Service marketing in health service. Health-related service should ideally reflect pleasure at meeting new customers, greeting old ones when they return. അതായത് ഹെൽത്ത് സർവീസിൽ നമ്മൾ പുതിയ ആൾക്കാർ വരുമ്പോൾ പ്ലഷറോടുകൂടി സന്തോഷത്തോട് സ്വീകരിക്കുക, പഴയ ആൾക്കാരെ അതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ്. In small ways to ensure that employees treat their customers as a guest. നമ്മൾ എപ്പോഴും എംപ്ലോയീസ് കസ്റ്റമേഴ്സിനെ റിസീവ് ചെയ്യുന്നത് ഗസ്റ്റായിട്ടാണ്. കോർട്ടസി ആൻഡ് കൺസിഡറേഷൻ ഫോർ കസ്റ്റമേഴ്സ് നീഡ് അപ്ലൈ ടു ഫേസ് എൻകൗണ്ടേഴ്സ് ആൻഡ് ടെലിഫോൺ ഇൻട്രാക്ഷൻ. ആ മര്യാദ ഫേസ് ടു ഫേസ് എൻകൗണ്ടേഴ്സിലായാലും ടെലിഫോൺ ഇൻട്രാക്ഷനിലായാലും ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റാലിറ്റി ഫൈൻഡ്സ് ഫുൾ എക്സ്പ്രഷൻ ഫേസ് ടു ഫേസ് എൻകൗണ്ടേഴ്സ്. കൂടുതലും അത് ഫേസ് ടു ഫേസ് എൻകൗണ്ടേഴ്സിലാണ് കൂടുതലായിട്ട് വരിക. ഇഫ് ദ കസ്റ്റമർ മസ്റ്റ് വെയിറ്റ് ഔട്ട്ഡോർ ബിഫോർ ദ സർവീസ് ക്യാൻ ഡെലിവേർഡ്, ദെൻ ത്രൂ thoughtful service provider will offer weather protection, indoors waiting area, seating and even entertainment. അതായത് നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെതർ പ്രൊട്ടക്ഷൻ, വെയിലോ മഴയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിനുള്ള ടെലിവിഷൻസ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് ഒക്കെ ടു പാസ് ടൈം ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. സമയം കളയാനായിട്ട് നമുക്ക് ആ വെയിറ്റിംഗ് ഏരിയയിൽ ബോറിംഗ് ഇല്ലാതെ ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യും. എപ്പോഴും നമ്മൾ ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റിക്രൂട്ട് എംപ്ലോയീസ് ഹു നാച്ചുറലി വാം, വെൽക്കമിങ്, കൺസിഡറബിൾ ഫോർ കസ്റ്റമർ കോൺടാക്ട് ജോബ് ആറ്റ് ടു ക്രിയേറ്റ് എ ഹോസ്പിറ്റബിൾ അറ്റ്മോസ്ഫിയർ. ഒരു ഹോസ്പിറ്റബിൾ അറ്റ്മോസ്ഫിയർ, ഒരു മര്യാദ ചേർന്ന അറ്റ്മോസ്ഫിയർ ആയിരിക്കണം അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും അവരോരോരുത്തരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അപ്പോൾ എന്തിനാണ് നിൽക്കണേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ അന്വേഷിക്കാറുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അസസ് ചെയ്ത് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദ ക്വാളിറ്റി ഓഫ് ഹോസ്പിറ്റാലിറ്റി സർവീസ് ഓഫേർഡ് ബൈ എ ഫേം ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സാറ്റിസ്ഫാക്ഷൻ വിത്ത് കോർ പ്രൊഡക്റ്റ്. ഈ ഹോസ്പിറ്റലിൻ്റെ മെയിനായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് കോർ പ്രൊഡക്റ്റാണ്, അതായത് ട്രീറ്റ്മെൻറ്റാണ്. This is especially true for people processing service where the customers cannot easily leave the society facility. അത് നമുക്ക് പെട്ടെന്ന് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽ often seeks to enhance their appeals by providing level of room service. Meals might be included in the good hotel. അതായത് ഫുഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ കോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റാണ്. ഇനി എക്സാമ്പിൾസ് ഓഫ് ഹോസ്പിറ്റാലിറ്റി എലമെൻറ്റ്, ഹോസ്പിറ്റാലിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ആചാര്യമര്യാദയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഗ്രീറ്റിങ്സ്, ടോയ്ലറ്റ് ആൻഡ് വാഷ്റൂം, ട്രാൻസ്പോർട്ട്, വെയിറ്റിംഗ് ഫെസിലിറ്റി ആൻഡ് അമ്യൂണിറ്റീസ്, ലോഞ്ച്, വെയിറ്റിംഗ് ഏരിയാസ്, സീറ്റിംഗ്, വെതർ പ്രൊട്ടക്ഷൻ, മാഗസിൻസ്, എൻ്റർടൈൻമെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ഫുഡ് ആൻഡ് ബിവറേജ്, ബാത്റൂം കിറ്റ്സ്, സെക്യൂരിറ്റി. ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, അതായത് ആചാര്യമര്യാദയുടെ ഭാഗമായിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ഹോസ്പിറ്റലും പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹെൽത്ത് സർവീസ്. ഇനി ഹെൽത്ത് സർവീസിൻ്റെ പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. പ്രൊഫഷണൽ രജിസ്റ്റേർഡ് വിത്ത് എ മെഡിക്കൽ കൗൺസിൽ ഡോമിനേറ്റ് ഹോസ്പിറ്റൽ. ഇവിടെ പ്രൊഫഷണൽസാണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്, അവരുടെ ഇതിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതായത് കോർ പ്രൊഡക്റ്റ് ആണല്ലോ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അപ്പോൾ അവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ സർട്ടൻ പെക്യുലാരിറ്റീസ് ഓഫ് ഓർഗനൈസേഷൻ ദെയർ പ്രൊഫഷണൽ കോളേജസ് നീഡ് ടു കീപ് ഇൻ മൈൻഡ്. അതായത് ചില പ്രത്യേകതകൾ ഈ ഹോസ്പിറ്റൽ സർവീസിന് മാത്രമായിട്ടുണ്ട്. ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊഫഷണൽ കനോട്ട് ബി റൂൾഡ് ഔട്ട്. അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ളത് റൂൾ ഔട്ട് ചെയ്യാൻ, തള്ളിക്കളയാനായിട്ട് പാടില്ല. ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റുകൾ, എക്സ്പെൻസുകൾ കൂടുതലായിട്ട് വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതായത് സ്ഥാപനത്തിന് ലാഭം ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ദിസ് ഇസ് further complicated by the fact that reward received for achieving professional objective may greater than those receiving obtaining organizational ones. അതായത് എന്തെങ്കിലും റിവാർഡുകൾ പൈസയൊക്കെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സർവീസ് കാര്യങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുക, അതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പാടില്ല. ദിസ് പ്രൊഫഷണൽ വർക്ക് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഹോസ്പിറ്റൽ പാർട്ട് ടൈം ബേസിസ്. മോസ്റ്റ് ഓഫ് ദ ടൈം വർക്ക് ദേ ഡു സിമിലർ ഡൺ ബൈ ദ സബോർഡിനേറ്റ്. അതായത് പ്രൊഫഷണൽ വർക്ക് ഒരു പാർട്ട് ടൈമാണ്. പലപ്പോഴും ഡോക്ടേഴ്സ് ഒരു പെർട്ടിക്കുലർ ടൈം വരെയാണ് അവിടെ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യുന്ന സബോർഡിനേറ്റ്സ്, നേഴ്സുമാരെ, മറ്റുള്ള പാരാമെഡിക്കൽ സ്റ്റാഫ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രൊഫഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം അവർ നിർത്താനായിട്ട്. ദേ ഓഫൺ പ്രിഫർ ടു വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി. എല്ലാ വർക്കുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം. ഇൻ ഹോസ്പിറ്റൽ പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓഫ് ഡോക്ടർ, പാരാമെഡിക്കൽ സ്റ്റാഫ് ആർ ദ പ്രൈമറി ഇമ്പോർട്ടൻറ്റ്, അതർ കൺസിഡറേഷൻ ബീങ് സെക്കൻഡറി. പ്രൈമറി ഇമ്പോർട്ടൻ്റ് എന്താണ്? പ്രൊഫഷണൽ ക്വാളിറ്റീസാണ്, അതായത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് ഡോക്ടേഴ്സിൻ്റെ ആയാലും സ്റ്റാഫിൻ്റെ ആയാലും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നുള്ളത്. പ്രൊമോഷൻസ് ആർ ദ ക്രൈറ്റീരിയ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ tend to time based, not by emphasize paid to effective and efficiency of the working in the hospital. പ്രൊമോഷൻസ് ഒക്കെ സാധാരണ കൊടുക്കുന്നത് ടൈം ബേസ്ഡ്, അതായത് എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അല്ലാതെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്തിട്ട് ഇഫക്റ്റീവായിട്ട് ചെയ്തു എന്നതുകൊണ്ട്
നമ്മൾ അയാൾക്ക് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. പ്രൊമോഷനും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ബേസ്ഡ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. The professional medical education lays stress on professional discipline and goals usually include the management education. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ആണ്, അത് കൃത്യമായിട്ട് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ അത് പഠിച്ചെടുക്കാൻ വേണം. നമ്മുടെ അപ്ലിക്കേഷൻ ലെവലല്ല കൂടുതലായിട്ട് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ്റെ പോലെയല്ല പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വരുന്നത്. ഓൾസോ ലീഡർഷിപ്പ് ജോബ് ഇൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മേ റിക്വയർ മോർ മാനേജ്മെൻറ്റ് സ്കിൽ ദാൻ പ്രൊഫഷണൽസ്. ഇനി മാനേജ് ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, അതിൻ്റെ ലീഡർഷിപ്പിൻ്റെ വരുമ്പോൾ അവിടെ മാനേജ്മെൻറ്റ് സ്കില്ലാണ് കൂടുതലായിട്ട് വരുന്നത്. ട്രഡീഷൻ ഓപ്പൺ റിക്വസ്റ്റ് മാനേജർ ഓഫ് എ സച്ച് യൂണിറ്റ് ടു ബി പ്രൊഫഷണൽ. സാധാരണഗതിയിൽ അതൊരു പ്രൊഫഷണലും ആയിരിക്കും, ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കും അതിൻ്റെ മാനേജിങ് ഫീൽഡിൽ വരുന്നുണ്ടായിരിക്കാം. പ്രൊഫഷണൽ ഓഫൺ ടെൻ ടു ഗീവ് ഇന്നാഡിക്കേറ്റ് വെയിറ്റ് ടു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദയർ ഡിസിഷൻ. അതായത് ഇവിടെ നമ്മൾ പ്രൊഫഷണൽസ് ആകുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഡിസിഷൻസ് എടുക്കുമ്പോൾ പൈസയ്ക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതായത് ഹെവി പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതൊന്നും അത്ര കാര്യമായിട്ട് നോക്കുന്നില്ല. അത് നോക്കണമെങ്കിൽ അത് മാനേജ്മെൻറ്റുള്ളവർക്കാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുള്ളൂ. ഓക്കെ.